പ്രൊഡക്റ്റിൻ്റെ പുറത്തും ആ പ്രൊഡക്റ്റിനുള്ള സർട്ടിഫിക്കേഷൻ ഏതാണെന്ന് അത് അടിച്ചിട്ടുണ്ട്. അത് 1 വർഷത്തേക്കാണ് ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. ഓരോ വർഷവും പുതുക്കി വേണം പോകാൻ. 1 വർഷത്തേക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കും. വീണ്ടും ഇവർ പ്രൊഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്യും. ആ പ്രൊഡക്റ്റ് ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് അടുത്ത സർട്ടിഫിക്കേഷൻ പിന്നെ വീണ്ടും അടുത്ത വർഷം കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റുകളും ചില പ്രൊഡക്റ്റുകൾ 2-3 സർട്ടിഫിക്കേഷൻ്റെ ലേബൽ ഒട്ടിച്ചിട്ടുണ്ടാവും. ചിലതിൽ 1 കാണുള്ളൂ, ചിലതിൽ 2 കാണുള്ളൂ. USDA എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഇതിന് ഫംഗോ കിറ്റിന്. ഇപ്പോൾ അതുണ്ടെന്ന് എനിക്കറിയില്ല. USDA സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ US-ൻ്റെയാണ്, അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന നോക്കുന്നതാണ്. USDA എക്കോസെറ്റ് ഒക്കെയാണ് വേൾഡിലെ തന്നെ ഏറ്റവും ടോപ്പ് റാങ്കിങ് വരുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ സർട്ടിഫിക്കേഷനായിരുന്നു നമ്മുടെ പ്രോഡക്റ്റുകൾക്കുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ, ജൈവമാണോ എന്ന് ഉറപ്പ്. നമ്മൾ ഒറിജിനൽ പറയുമ്പോഴേ കുഴപ്പമുള്ളൂ. ഈ പറയുന്ന ആൾ തന്നെ അത് കഴിഞ്ഞിട്ടൊരു 1 കിലോ ഫ്രൂഡാനും കന്നെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയി ഇടുന്നവരായിരിക്കും ഇത് ഒറിജിനലാണോ എന്ന് ഉറപ്പെന്നാന്ന് ചോദിക്കുന്നത്. അത് കൂടുതൽ കൃഷിക്കാരൊക്കെ ഇത് ഒറിജിനലാണെന്ന് തന്നെ ഉറപ്പ്. അവർക്ക് ഫ്രൂഡാൻ ഒറിജിനലാണെന്ന് ഉറപ്പാണ്. അതിന് അവർക്ക് സംശയമില്ല. സംശയം മുഴുവൻ ഇതല്ല. അതായത് നല്ലതിനെ സംശയവും ജെന്യൂനായിട്ട് എത്ര നമ്മൾ ജെന്യൂനാകും തോറും നമ്മളെ മനുഷ്യന് സംശയവും, എത്ര ആണ് നമ്മളെങ്കിൽ അത്ര വിശ്വാസം. അതാണ് എന്തുകൊണ്ടോ പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യൻ്റെ പ്രശ്നം. നമ്മൾ ഏതോ സിനിമ സലിംകുമാർ പറഞ്ഞത് നമുക്കാണോ വട്ടത് മൊത്തം ആൾക്കാർക്ക് അവിടെ വട്ടത് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. നമ്മൾ കൂടുതൽ എന്തുമാത്രം ജെന്യൂനാകും തോറും ആൾക്കാർക്ക് സംശയം കൂടുതലും, നമ്മൾ എന്തുമാത്രം തട്ടിപ്പ് നടത്തുന്നതെങ്കിൽ വിശ്വാസം കൂടുതലുമാണ്.